ആഹ്ലാദം തേടിയുള്ള യാത്രയാണ് ഓരോ വിനോദസഞ്ചാരവും. എന്നാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആഹ്ലാദത്തിനുമപ്പുറം സാംസ്കാരികതയുടെയും ചരിത്രത്തിന്റെയും ജീവിതശൈലിയുടെയും അടയാളപ്പെടുത്തലുകളും കൂടിയാണ്. ചരിത്രം കൊണ്ടും കലാപാരമ്പര്യം കൊണ്ടും കാഴ്ചകൾ കൊണ്ടും വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട മണ്ണാണ് തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂർ. വിദേശികൾ പോലും പഠന വിധേയമാക്കുന്ന തെയ്യം പിറന്ന മണ്ണ്. ജാതിമത ചിന്തകൾക്കപ്പുറം ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സഹവർത്തിത്വത്തോടെ കഴിയുന്ന ഒരു ജനതയുടെ നാട്. ഒട്ടേറെ ഇടങ്ങൾ വിനോദസഞ്ചാര മേഖലയിൽ കണ്ണൂരിന് സ്വന്തമായിട്ടുണ്ട്. കണ്ണൂരിന്റെ നിലവിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടവയുടെ വിനോദസഞ്ചാര ഇടപെടലുകളും അവയുടെ പോരായ്മകളും സാധ്യതകളും പരിശോധിക്കുകയാണ് ഇവിടെ. ഇത് മുഴപ്പിലങ്ങാട് ബീച്ച്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവിംഗ് ബീച്ചാണിത്. 5 കിലോമീറ്റർ ദൂരമുള്ള ഇവിടെ കടൽക്കാറ്റേറ്റ് ഡ്രൈവിംഗ് ആസ്വദിക്കാനെത്തുന്നവർ ഏറെയാണ്. ലോകത്തിനു മുൻപിൽ കണ്ണൂരിന്റെ ടൂറിസം രംഗത്തെ മികച്ച അടയാളപ്പെടുത്തൽ കൂടിയാണ് മുഴപ്പിലങ്ങാട്. Almost approximate 3 kilometers to reach. 4 kilometers. 4.5 to 5 kilometers approximate ആണ്. ഡ്രൈവിംഗ് ബീച്ചാണിത്. ഏഷ്യാസ് ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ച്. ഏത് ടൈമിലും അങ്ങനെയും പോയിട്ട് ജനങ്ങൾക്ക് കുളിക്കാൻ പറ്റിയ രീതികളാണ്. എന്താണ് കുഴിക്കടപ്പുറമല്ല, അങ്ങനത്തെ ഒരു പ്രത്യേകത മുഴപ്പിലങ്ങാട് ബീച്ചിലുണ്ട്. ഏത് ഹെവി വണ്ടിയും ഇവിടെ അമർന്നു പോകാതെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു ബീച്ചാണ്. പ്രകൃതിദത്തമായ ടൂറിസത്തിന്റെ ഏറ്റവും സുന്ദരമായ കേന്ദ്രമാണ് വൈതൽമല. സമുദ്രനിരപ്പിൽ നിന്നും 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൃശ്യചാരുതയുള്ള മലനിരകളാണ് ഇത്. കാടിന് നടുവിലൂടെയുള്ള ട്രക്കിങ്ങിനൊടുവിൽ വൈതലിന്റെ മുകളിലെത്തുന്നവർക്ക് നട്ടുച്ച സമയത്ത് പോലും തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. രാവിലെ ഇപ്പോൾ ഉച്ചയുണ്ടോ ഒന്ന് അധികം ഒന്നും ഇല്ല, ഭയങ്കര ചൂടുണ്ട്. രാവിലെയും വൈകുന്നേരം നല്ല കാണാൻ നല്ല തണുപ്പ്, നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ഫാമിലിക്ക് വീക്കെൻഡ് ഒന്ന് കാണാനും തണുപ്പ് ഉള്ളവരൊക്കെ ആയിട്ട് സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഏകദേശം 26 വർഷത്തോളമായി. ഈ കാലാവസ്ഥയോട് ഈ പ്രകൃതിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിദേശ ടൂറിസ്റ്റുകൾ അടക്കം ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇതിനു പുറമെ ടൂറിസത്തിനായി മാത്രം മനുഷ്യൻ നിർമ്മിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കണ്ണൂർ ജില്ലയിലുണ്ട്. പുഴയ്ക്ക് നടുവിൽ കരവിരുതിനാൽ തീർത്ത ഉല്ലാസോപാധിയാണ് വയലപ്രയിലേത്. നിരവധി കുടുംബങ്ങളാണ് ഇവിടെ സായാഹ്നങ്ങളും അവധി ദിനങ്ങളും ചിലവഴിക്കാനെത്തുന്നത്. പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിലൂടെ കാൽനടയായി സഞ്ചരിച്ച് ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. കണ്ണൂർ ജില്ലയുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പണിത ഒരു അണക്കെട്ടും അതിന്റെ പരിസരവും വിനോദസഞ്ചാര മേഖലയായി മാറിയതിന്റെ കഥയാണ് പഴശ്ശിക്ക് പറയാനുള്ളത്. അവയെല്ലാം ഇന്ന് ഒരു കാലത്തിന്റെ ഓർമ്മകൾ മാത്രമായിരിക്കുന്നു. കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനും കാണാനും പുറത്തുനിന്നുള്ള ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊടുക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അതിപ്പം അതെല്ലാം കംപ്ലീറ്റ് നശിച്ചു. പ്രകൃതിയുടെ ക്രൂര വിനോദത്തിന് ഇരയാക്കപ്പെട്ട ഈ മണ്ണിൽ ഇന്ന് തകർച്ചയുടെ കാഴ്ചകളാണ് കാണാനാവുക. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരസിംഹമായ പഴശ്ശിയുടെ മണ്ണ് ചരിത്രമുറങ്ങുന്ന ഭൂമിക കൂടിയാണ്. എന്നാൽ ടൂറിസത്തിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് പഴശ്ശി. പ്രകൃതിയുടെ കൗതുകങ്ങൾ ഒളിപ്പിച്ചുവെച്ച കലവറയാണ് മാടായിപ്പാറ. പരന്നു കിടക്കുന്ന ജൈവസമ്പുഷ്ടമായ ഈ ഭൂമി ഇന്നും മനുഷ്യന് ഒരു അത്ഭുതമാണ്. വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പീഠഭൂമിയാണ്. അല്ല, ജൈവ വൈവിധ്യം നിറഞ്ഞ ഔഷധ ചെടികളും കാടുകളും എല്ലാം നിറഞ്ഞ പടുന്ന തടാകം നമ്മളെ ദേവീനെ ആരാധിക്കുന്ന തടാകമാണ്.
പ്രകൃതിയാലുണ്ടായതാണ്. ഒരിക്കലും വെള്ളം പറ്റില്ല. എത്ര വേനലായാലും അത് പറ്റൂല വെള്ളം. ക്ഷേത്രമുണ്ട്, പള്ളിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മാടായിക്കാവ് ദേവി ക്ഷേത്രം, വടുകുന്ന ശിവക്ഷേത്രം, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്. എല്ലാം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏരിയ ആണ്. വിനോദസഞ്ചാര രംഗത്ത് കണ്ണൂരിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലാണ് പാലക്കയം തട്ട്. കുളിർമയും പ്രകൃതിയുടെ സൗന്ദര്യവും നുകരാൻ അനുയോജ്യമായ സ്ഥലം. ഇവ ആസ്വദിക്കാനെത്തുന്ന ജനക്കൂട്ടം തന്നെ ഈ വാക്കുകൾ സാധൂകരിക്കുന്നു. മനോഹരമായ കാഴ്ചയാണ്. അതായത് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതായത് മട്ടന്നൂർ എയർപോർട്ട്, പൈതൽമല ടൂറിസ്റ്റ് കേന്ദ്രം, പിന്നെ ഇതിന്റെ ബാക്കി അങ്ങേ സൈഡുകൾ, ചുറ്റുമുള്ള സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ ഇതെല്ലാം കാണാൻ സാധിക്കും. ഈ മേഖലയിൽ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു രാത്രി തങ്ങിയിട്ടേ പോകും. കാരണം അത്ര സുന്ദരമായിട്ടുള്ള ഏത് കടുത്ത വേനൽക്ക് വന്നാലും നല്ല കാറ്റും അതുപോലുള്ള എല്ലാ പ്രകൃതി നല്ല ഇത് അനുഭവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനേകം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലയുടെ തന്നെ ടൂറിസം മേഖലയുടെ നട്ടെല്ലാണ് കണ്ണൂർ കോട്ട. ദേശത്തിന്റെ തന്നെ ചരിത്രവും പാരമ്പര്യവും ഇവയുടെ അകത്തളങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നു. വിദേശികൾ ഉൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ഇതിന്റെ ചരിത്രം തേടി ഇവിടെ എത്തുന്നത്. 1501 കണ്ണൂരിലെ സെയിന്റ് ആഞ്ചലോ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന പോർച്ചുഗീസ് വൈസ്രോയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കാർ നിർമ്മിച്ച പോർച്ചുഗീസ് കോട്ട. ഈ കോട്ടയുടെ മൊത്തം വിസ്തീർണം 11.66 ഏക്കർ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കോട്ടയാണ്. 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനാൽ ഇതിന് വാട്ടർ ഫോർട്ട് എന്ന് പറയും. It's nice. I like it. Yes. Yeah, it's very clean and it's very pleasant because we can see the harbor, sunset. And Teyam. And Teyam, yes. Yes. It's reason to go to Kannur. It's Teyam. No, 2 times in Kerala and 11 times in India. കണ്ണൂരുകാരുടെ ഉത്സവവേളകൾ ആഘോഷമാക്കുന്നത് പയ്യാമ്പലമാണ്. ബീച്ചിന്റെ ഉല്ലാസത്തിനുമപ്പുറം കാർണിവലിന്റെ തിമിർപ്പും ഇവിടെയുണ്ട്. സായാഹ്നങ്ങളിൽ ആനന്ദം തേടി കുടുംബങ്ങളും യുവാക്കളുമെല്ലാം ഒരുപോലെ ഇവിടേക്കെത്തുന്നു. ബീച്ചിനരികിൽ ഇരമ്പിയാർക്കുന്ന തിരമാലകളെപ്പോലെ. എങ്കിലും ചില പോരായ്മകളും പരിമിതികളുമുണ്ട് കണ്ണൂരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക്. ചില സാഹചര്യങ്ങളും അശ്രദ്ധയും കാരണം കണ്ണൂരിന്റെ നല്ല മുഖം മറുനാടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് ടൂറിസം കേന്ദ്രങ്ങളെയും പോലെ തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനും അടിസ്ഥാന സൗകര്യങ്ങളും വിശ്രമ സംവിധാനങ്ങളും ഇല്ലാത്തതുമെല്ലാം പരിമിതികൾ തന്നെയാണ്. പ്രകൃതിദത്തമായ ഇടങ്ങൾ സാമൂഹ്യവിരുദ്ധർ കയ്യേറുന്നതും തീയിട്ട് നശിപ്പിക്കുന്നതും ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ഇന്നും സാധിച്ചിട്ടില്ല. ഇവയെല്ലാം നികത്തപ്പെടേണ്ടത് അനിവാര്യമാണ്. കണ്ണൂരിന്റെ ഇത് കാണുമ്പോൾ വളരെ ഒരു നല്ല യുണീക് ജോഗ്രഫി കണ്ണൂരിലേക്കുണ്ട്. സോ ഓവറോൾ ഇഫ് യു ലുക്ക് അറ്റ് കണ്ണൂർ, ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നാൽ ഐ തിങ്ക് ദേ കൻ എൻജോയ് ബീച്ച്, ബാക്ക് വാട്ടർ ആൻഡ് ഹിൽ സ്റ്റേഷൻ. സി ബേസിക്കലി കണ്ണൂരിന്റെ ഇത് പറയുമ്പോൾ there is a lot of potential but people has to come forward. സുന്ദരമായ കാഴ്ചകൾ ഇനിയും ഏറെയുണ്ട് കണ്ണൂരിന്റെ മണ്ണിൽ. നാം കണ്ടതിനും എത്രയോ അപ്പുറമാണ് കണ്ണന്റെ ഊരായ ഈ മണ്ണിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ. അത് കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ, കണ്ണൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുൻപിൽ എത്തിക്കാൻ അധികാരികളും ജനങ്ങളും ഒരുമിക്കേണ്ടിയിരിക്കുന്നു. നമുക്കും കൈകോർക്കാം കണ്ണൂരിന്റെ നല്ല നാളേക്ക്.